അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് കേട്ടിട്ടില്ലേ? ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ഹമാസിന്റെ ശക്തി കേന്ദ്രത്തിൽ ഹമാസിനെതിരെ ഗാസൻ ജനത തെരുവിലിറങ്ങി തുടങ്ങിയിരിക്കുന്നു. 2023 ഒക്ടോബർ 7 ശേഷം ഗാസയിൽ ഹമാസിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. പുറത്തുപോകൂ, ഹമാസ് പുറത്തുപോകൂ, ഹമാസ് തീവ്രവാദികളാണ്, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് സമാധാനം വേണം എന്നവർ തൊണ്ട പൊട്ടി വിളിച്ചു പറയുന്നു. ഹമാസ് ഇസ്രായേലിനെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുകയാണെന്നും അവർ ഒരുപോലെ പറയുന്നു. മുഖംമൂടി ധരിച്ചെത്തുന്ന ഹമാസ് അനുകൂലികൾ പ്രതിഷേധക്കാരുടെ ബാനറുകൾ പിടിച്ചു വാങ്ങുകയും അവരെ ബലം പ്രയോഗിച്ച് നേരിടുകയും ചെയ്യുന്നു. ഹമാസിനെ പോരാളികളായും വിപ്ലവകാരികളായും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായും ഒക്കെ ചിത്രീകരിക്കുന്ന കേരളത്തിലെ കപട മാനവികവാദികൾ ഈ ദൃശ്യങ്ങൾ കാണണം. ചാനൽ മുറിയിലെ AC-യിൽ സുഖിച്ചിരുന്ന് തീവ്രവാദത്തിന് കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മതമനോരോഗികൾ ഈ മനുഷ്യരുടെ രോദനങ്ങൾ കേൾക്കണം. പച്ച മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്ത് മതം വീർപ്പിക്കാൻ നടക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ ഹമാസ് ഓളികൾ ഇനിയെങ്കിലും ഈ കള്ളക്കണ്ണീരൊലിപ്പിക്കൽ അവസാനിപ്പിക്കണം. നിങ്ങൾ മനുഷ്യരോട് സത്യം പറയാൻ തയ്യാറാവണം. മതരോഗികളെ പ്രകോപിപ്പിച്ച് നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന തോന്നിവാസം അവസാനിപ്പിക്കണം. ആരാണ് പാലസ്തീന്റെ അഥവാ ഗാസയുടെ ശത്രു എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഇസ്രയേൽ അല്ല, അത് ഇസ്ലാം എന്ന ഐഡിയോളജിയും അതിനുവേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന ചാവേറുകളും അവർക്ക് സർവ്വ പിന്തുണയും വാരിക്കോരി കൊടുക്കുന്ന ആഗോള ഇസ്ലാമിസ്റ്റുകളും അവരുടെ ആസനം താങ്ങികളായ രാഷ്ട്രീയ കുറുക്കന്മാരുമാണ്. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി നമ്മൾ കരുതിയതുപോലെ ശ്രീദേവിയല്ല. ഗാസയിലേക്ക് വെള്ളം കൊടുക്കുന്നത് ഇസ്രയേൽ, വൈദ്യുതി കൊടുക്കുന്നത് ഇസ്രയേൽ, ഭക്ഷണം കൊടുക്കുന്നത് ഇസ്രയേൽ, മരുന്ന് നൽകുന്നത് ഇസ്രയേൽ, തൊഴിൽ നൽകുന്നത് ഇസ്രയേൽ. അവരുടെ മൂട്ടിലിട്ട് ചൊറിയുമ്പോൾ അവർ തിരിച്ചടിക്കുന്നു. 17 കൊല്ലത്തോളം ഭരണത്തിലിരുന്നിട്ടും രാജ്യത്താകമാനം തുരങ്കങ്ങൾ ഉണ്ടാക്കി എന്നതൊഴിച്ചാൽ, സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളാക്കി മരണത്തിന് വിട്ടുകൊടുത്തു എന്നതൊഴിച്ചാൽ, ഗാസൻ ജനതയുടെ നിത്യജീവിതം നിത്യനരകമാക്കി തീർത്തു എന്നതൊഴിച്ചാൽ ഹമാസ് ഗാസക്കാർക്ക് നൽകിയത് എന്താണ് എന്ന് പറയാൻ ഈ നാട്ടിലെ ഹമാനസർക്ക് ബാധ്യതയുണ്ട്. മരണത്തെ ആഘോഷിക്കുന്നവന് മരണാനന്തരം ലഭിക്കുന്ന മദ്യമദിരാശി സെറ്റപ്പുകളെ പ്രണയിക്കുന്നവന് ജീവിതത്തിന്റെ സുഗന്ധം മനസ്സിലാവില്ല. ഗാസൻ ജനത ആ സുഗന്ധം ആഗ്രഹിക്കുന്നു, അവരത് അർഹിക്കുന്നു. ഗാസ ചിരിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതാവണം. മതം നേർപ്പിക്കപ്പെടണം. പാരസ്പര്യത്തിന്റെ ഐക്യപ്പെടലിന്റെ പുതുപാഠങ്ങൾ ഉണ്ടാവണം. 6-ാം നൂറ്റാണ്ടിലെ കിതാബിൽ നിന്നും 21-ാം നൂറ്റാണ്ടിലെ ജീവിതത്തിലേക്ക് ഇറങ്ങി നടക്കണം.